കൈവരിച്ച ആവേശത്തിലാണ് UDF ക്യാമ്പ്. ഞാനിപ്പോൾ ഉള്ളത് കുറ്റ്യാടി സ്ഥാനാർത്ഥി പാറക്കൽ അബ്ദുള്ളയ്ക്കുമൊപ്പം ഷാഫി പറമ്പിൽ എംപിക്ക് പോവാണ്. ഇപ്പോൾ ഇത്തവണ ഒരു വലിയ വിജയമാണ്. LDFിന്റെ കോട്ടകളടക്കം തകർത്തുള്ള വിജയം UDFിന് കൈവരിക്കാൻ സാധിച്ചു. എങ്ങനെയാണ് വിജയത്തെ കാണുന്നത്? വിജയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങളോട് പറയാനുള്ളത്, ഒരു ജാതിയുടെയും മതത്തിൻ്റെയും കോളത്തിൽ പെടുത്താൻ കഴിയാത്ത ജനങ്ങളുടെ വിജയമാണ്. കക്ഷി രാഷ്ട്രീയത്തിന് പോലും അതീതമായി ജനങ്ങൾ UDFിൻ്റെ വിജയം ആഗ്രഹിച്ചു. ഇത് ജനങ്ങളുടെ വിജയമാണ്. ഞങ്ങളുടെ മുദ്രാവാക്യം കേരളം ജയിക്കുമെന്നുള്ളതായിരുന്നു. യഥാർത്ഥത്തിൽ അത് അന്വർത്ഥമായിരിക്കുകയാണ്. ജയിച്ചത് UDF ആണോന്ന് വെച്ചാൽ ഞങ്ങളല്ല, കേരളം ജയിച്ചു എന്ന് പറയും. ജനങ്ങൾ ജയിച്ചതാണ്. അത് തീർച്ചയായിട്ടും അതിനകത്ത് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ കോഴിക്കോട് ജില്ലയിൽ 5 കോൺസ്റ്റിറ്റ്യുവൻസിയിലും കുറ്റ്യാടി പോലെ പൊളിറ്റിക്കലി വളരെ ടഫായിട്ടുള്ളൊരു സ്ഥലത്ത് 5 ഭൂരിപക്ഷത്തിൽ പ്രിയപ്പെട്ട പാറക്കൽ ജയിച്ചു വരുമ്പോൾ അത് അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള കൂടെ ഒരു സന്ദേശമാണ്. പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പ്, മിസ്സിസ് MLA അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. പേരാമ്പ്രയിലെ തെരഞ്ഞെടുപ്പിന് കൊടുക്കാൻ നോക്കിയ എല്ലാ നിറങ്ങളും ചേർത്ത് പിടിച്ച് പരാജയപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ്. കൊയിലാണ്ടിയിലുണ്ടായിട്ടുള്ള ചരിത്ര വിജയം. കോൺഗ്രസിനൊരു MLA കോഴിക്കോട് ജില്ലയിൽ നിന്നുണ്ടായിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞു. അവിടെ പ്രവീൺ കുമാറിൻ്റെ ഉജ്ജ്വല വിജയം. നിങ്ങൾക്കറിയാം, KM അഭിജിത്ത് എന്ന പോരാളി നാദാപുരത്തുണ്ടാക്കിയ റിസൾട്ടും അതിൻ്റെ ഭൂരിപക്ഷവും അതൊക്കെ 10-55 വർഷത്തെ ചരിത്രമാണ് തിരുത്തപ്പെടുന്നത്. വടകരയിൽ ഇന്ന് മെയ് 4 അല്ലേ? ഇന്ന് മെയ് 4 TPയെ രക്തസാക്ഷിയാക്കിയ ദിനത്തിൽ, ആ ദിനത്തിൽ രക്തസാക്ഷികളുടെ പാർട്ടി, നിങ്ങൾക്കറിയാം, രക്തസാക്ഷിയുടെ പാർട്ടി KK രമ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ ചരിത്ര ഭൂരിപക്ഷത്തിലാണ് വടകരയുടെ മണ്ണിൽ ജയിച്ചിരിക്കുന്നത്. പയ്യന്നൂരിൽ രക്തസാക്ഷി കുടുംബങ്ങൾ പോലും ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കാണുന്നുണ്ട്. തളിപ്പറമ്പിലെ റിസൾട്ട്. അപ്പം ഇത് തൃക്കരിപ്പൂരിലെ സന്ദീപ് വാര്യരുടെ വിജയം, തവനൂരിലെ ജോയുടെ വിജയം, നിങ്ങൾ എങ്ങനെ എടുത്ത് നോക്കി. പൊതുവിൽ ഷാഫി പറമ്പിലാണെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് വലിയ സജീവമായ എല്ലാ പ്രചരണങ്ങളും ഉണ്ടായിരുന്നു. ഒരു ഷാഫി എഫക്റ്റ് കൂടി ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നു. ജനങ്ങളുടെ എഫക്റ്റാണ് ഉണ്ടായത്. ജനങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ്. അവരായിരുന്നു സ്റ്റാർ ക്യാമ്പയിനേഴ്സ്. അവരുടേതാണ് വിജയം. ഒരു കാര്യം നിങ്ങളും ശ്രദ്ധിക്കുക, ഇതിനെ ഏതെങ്കിലും ജാതിയുടെയും മതത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടരുതെന്ന് പറഞ്ഞതുപോലെ ന്യൂനപക്ഷ ഏകീകരണം അടക്കമുള്ള ആരോപണം UDFിനെതിരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ചിലരൊക്കെ പറഞ്ഞിരുന്നു. പറയേണ്ടവരോടൊക്കെ പറയുക, അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക.